എല്ലാവർക്കും നമസ്കാരം. എവിടെയാണ് നമ്മുടെ ഡ്രീംസ് നമുക്ക് ആ ഒരു ലിമിറ്റ് നമുക്ക് കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം? ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഡ്രീംസിന് നമ്മൾ ഒരു തടയിടണത്? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണല്ലേ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. 1000 ഈച്ചകളെ ഒരു വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ജാറിൽ വെക്കുകയാണ്. എന്നിട്ട് അതിന് ജാറിൻ്റെ മൂടി അടച്ചു വെച്ചു. അപ്പോൾ അതിൽ ട്രാപ്പിലാണ് അത്രയും 1000 ഈച്ചകൾ എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചാടാൻ പറ്റുന്ന ഹൈറ്റിലേക്ക് അവർ ചാടാൻ തുടങ്ങി, അവർ പറക്കാൻ തുടങ്ങി. ഒരു 3 to 4 feet ഒക്കെയാണ് അവർ മാക്സിമം അവർ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കിയത്. അത് കഴിഞ്ഞ് 3 ദിവസം ഇതേപോലെ തുടർന്നു. 3ാമത്തെ ദിവസം ആ ഒരു ലിഡ്, അതായത് ആ ഒരു ജാറിൻ്റെ ആ ഒരു മൂടി മാറ്റുകയാണ് ചെയ്യണത്. ഇത് മാറ്റിയപ്പോഴും ഇതിൽ നിന്നും ഒരു ഫ്ലൈ മാത്രമാണ് ഉയർന്ന് ആ ഒരു മൂടിയുടെ അപ്പുറത്തേക്ക് വന്നത് എന്നാണ് പറയണത്. ബാക്കി എല്ലാ ഈച്ചകളും ആ ഒരു 3 to 4 അവർ കഴിഞ്ഞ 3 ദിവസങ്ങൾ എങ്ങനെയാണോ ചെയ്തിരുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് പറന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മൂടി തുറന്നു പോകുമ്പോൾ അവർ എല്ലാവരും ഫ്രീ ആണ്. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരാ ചട്ടക്കൂട്, ആ ജാറാകുന്ന ചട്ടക്കൂടിൽ പെട്ട് കിടക്കുകയാണ് ചെയ്യണത്. ഏറ്റവും അതിശയകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബേബീസ്, ഈ ഫ്ലൈസിൻ്റെ ബേബീസ് വന്നപ്പോൾ അവർ ഈ മൂടി കണ്ടിട്ടില്ല. ഈ ഫ്ലൈസ്, ഈ ഈച്ചകൾ ആ ഒരു മൂടിയുടെ പുറത്തേക്ക് പോകാണ്ടിരുന്ന കാര്യം അവർ ആ മൂടി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതവിടെ അപ്പോൾ ഇല്ലെങ്കിൽ പോലും ഇതിന് മുമ്പ് വെച്ചുകൊണ്ട് അവർ ചാടാൻ നോക്കി പറ്റാണ്ടിരുന്നു. ആ ഒരു ഇതിൻ്റെ പുറത്താണ് അവരത് മറികടക്കാൻ പിന്നെ നോക്കാഞ്ഞത്. എന്നാൽ ഈ ബേബീസ് അങ്ങനെ ഒരു മൂടി അവിടെ കണ്ടിട്ടില്ല. അവർ ജനിക്കുമ്പോൾ തന്നെ ആ ജാർ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവരവരുടെ പാരൻസ് അല്ലെ, ആ ഒരു ഈച്ച എന്ന് പറയുന്ന പാരന്റ് ആ ഒരു ജാറിന്റെ പുറത്തേക്ക് ചാടണത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബേബീസ്, ഈ ഈച്ചകളുടെ ബേബീസ് അതിന്റെ അപ്പുറത്തേക്ക് ചാടാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. കാരണം അവരുടെ മനസ്സിൽ അതാണ് ലിമിറ്റ്. പാരന്റ് ഈച്ച എന്ന് പറയുന്നവ ചാടിപ്പോവാതെ എവിടെയാണോ വരെ ഇരിക്കുന്നത് ആ ഒരു ലിമിറ്റ് തന്നെയായിരുന്നു ഇവർ കൽപ്പിച്ചിരുന്ന ലിമിറ്റ് എന്നുള്ളത്. ഇത് 100% ചിൽഡ്രൻ ട്രോമ എന്ന് പറയാം. നമ്മുടെ പാരൻസ് അല്ലേ, നമ്മുടെ പാരൻസ് എന്താണോ ചെയ്യുന്നത്, നമ്മുടെ പാരൻസ് ഏത് വഴിയാണ് ചൂസ് ചെയ്യുന്നത്, എങ്ങനെ ജീവിക്കാനാണ്, അതിപ്പോൾ റിലീജിയൻ ബേസ് ആയാലും കസ്റ്റം ബേസ് ആയാലും അല്ലെങ്കിൽ മറ്റ് ജോലി പ്രഷർ അല്ലെങ്കിൽ ഈ പറയുന്ന പഠിപ്പ്, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഭൂരിഭാഗം 90% നമ്മൾ ഫോളോ ചെയ്യുന്നത് പാരൻസ് പറയുന്നതനുസരിച്ചായിരിക്കും. അതിൽ നിന്നും മാറി തിരിച്ചും ഒക്കെ കുറച്ച് പേര് മാത്രമാണ് വേറെ രീതിയിൽ ചിന്തിക്കുന്നുള്ളൂ. അവരൊക്കെ വേറൊരു എന്താ പറയുക, ഒരു പ്രശസ്തരായിട്ട് മാറിയിട്ടുണ്ടല്ലേ. അത് പാരൻസിൻ്റെ കുഴപ്പമല്ല, അത് നമ്മൾ ജനിച്ച് വളർന്ന ഒരു സൊസൈറ്റിയുടെ ആ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഇന്നതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് സൊസൈറ്റി കൽപ്പിച്ചു വെച്ചിരിക്കണത്. ഈ പറയുന്ന കാര്യത്തിനാണ് ഈ സൊസൈറ്റിയിൽ ഉയർന്ന ഒരു റെസ്പെക്റ്റ് കിട്ടുള്ളൂ എന്ന് സൊസൈറ്റി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാരൻസ് എന്ത് ചെയ്യും, അതായിരിക്കും ഫോളോ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാരൻസിനെ ഫോളോ ചെയ്യും. ഇങ്ങനെ തലമുറകളായിട്ട് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈൽഡ് ജനിക്കുമ്പോൾ അവന് പേടിയുള്ളത് 2 കൂട്ടേ ഉള്ളൂ നോർമലായിട്ട്. ഒന്ന് ലൗഡ് നോയ്സ്, ഭയങ്കര പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഉറക്കെയുള്ള ശബ്ദങ്ങൾ, ഒന്ന് വീഴുമോ എന്നുള്ള പേടി. ഇത് രണ്ടേ നമ്മുടെ ഹ്യൂമൻസിന് ജനിക്കുമ്പോൾ ഉള്ളൊരു പേടിയുള്ളൂ. ഈ 2 പേടി ഒഴികെ ബാക്കി എന്തും മാൻമെയ്ഡാണ്. അവന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പേടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നതൊക്കെ വരും, തീ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അത് അവൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനറിയാം, അവൻ്റെ പാരൻറ്റ് പറഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത്. പക്ഷെ പാരൻസ് പറയുന്ന എല്ലാ കാര്യവും സത്യമായിരിക്കണം എന്നില്ല. അവരവരുടെ അനുഭവങ്ങളിൽ നിന്നും ആ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളതായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ആ ചട്ടക്കൂടിനെ നമ്മൾ ഫോളോ ചെയ്യും. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് ഔട്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പറയുന്ന നല്ല കുട്ടി എന്ന് പറയുന്ന ആ ലേബൽ അങ്ങോട്ട് മാറിപ്പോവും അല്ലേ. അവൾ തന്നിഷ്ടക്കാരനാണ്, ആരെയും അനുസരിക്കുന്നില്ല, ഈ പറയുന്ന ലേബലുകളൊക്കെ ആയിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കണത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേണ്ട ഇതൊന്നും കേൾക്കണ്ടല്ലോ, നമുക്ക് നോർമൽ രീതിയിൽ പോവാമെന്ന് പറഞ്ഞിട്ട് നോർമൽ രീതിയിലേക്ക് പോവും. ഡോക്ടർ ആകുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ മോനോ മോളോ ഡോക്ടർ ആവാനായിട്ടായിരിക്കും പഠിക്കുക. എഞ്ചിനീയർ ആണെങ്കിൽ ആ വഴിക്ക്, ടീച്ചർ ആണെങ്കിൽ ടീച്ചർ എന്ന ജോലി നിങ്ങളും പഠിച്ചോളൂ. ഇതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത് വളരെ കുറച്ച് പേരുകൾ മാത്രമാണ്. ബാക്കി എല്ലാവരും ഈ ഒരു റുട്ടീൻ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഫോളോ ചെയ്യണത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തിക്ക് ജോലിയേക്കാൾ അവനൊരു സ്പോർട്സിൽ നല്ല താരമായിരിക്കും. അവൻ്റെ പണ്ടത്തെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഡ്രീം അതായിരിക്കും.
പക്ഷെ വന്ന് അച്ഛനോടും അമ്മോടും പറഞ്ഞപ്പോൾ സംഭവിച്ചത്, വേണ്ട അതൊന്നും ചെയ്യണ്ട, അതൊന്നും പഠിച്ചാൽ നിനക്ക് ജോലി കിട്ടില്ല, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല, നീ സേഫായിട്ട്, അച്ഛനമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെല്ലാവരും സേഫായിട്ടിരിക്കണം, ഒരു ടെൻഷനൊന്നും ഇല്ലാതെ. ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ടെൻഷൻ ആയിരിക്കുമല്ലോ, അപ്പോൾ ടെൻഷനൊന്നും ഇല്ലാതെ അവർ സേഫായിട്ട് ജോളിയായിട്ട് ജീവിക്കണം എന്നായിരിക്കും എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കണത്. അപ്പോൾ അവരെന്ത് ചെയ്യും, വേണ്ട നീ ഇത് ചെയ്യൂ മോനെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കഷ്ടപ്പാടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല, നീ സേഫായിട്ട് പോവും, അതല്ലേ നമുക്ക് വേണ്ടത്, സമാധാനമല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കും. അപ്പോൾ അവനെന്ത് ചെയ്യും, അവൻ്റെ ആ ബിഗ്ഗസ്റ്റ് ഡ്രീം അവനവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യും അല്ലേ. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം നിങ്ങളും ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഡ്രീംസിന് തടയിടുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരാണോ, സൊസൈറ്റി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ? ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമോ? ആ ഒരു ഡ്രീം നമ്മളും എന്തായിരിക്കണം, നമ്മളും ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കണം അതിൽ. അല്ല ഇതല്ലാതെ വെറുതെ കുറേ മോഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഡ്രീം നമ്മളെ ഉറക്കം കെടുത്തുന്ന ഡ്രീമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക. അച്ഛനും അമ്മയും ആരോരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, അതല്ല അമ്മേ അല്ലെങ്കിൽ അച്ഛ എനിക്ക് ഇത് വേണം, ഇതാണ് എൻ്റെ ഡ്രീം, ഇതിലാണ് ഞാൻ സക്സസ് ആവുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം, അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ടാലും ദിസ് ഈസ് റോഷി മാനം സൈനിങ് ഓഫ്.